കൈകൊണ്ട് ഭക്തരതായി മരിച്ചോരേ നല്ലോണ നിന്നെ പ്രസവിച്ച നിന്നെ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ.
അവർ മിക്കവരും ഇന്നുവരെ ജീവിച്ചു പോകുന്നു, ചിലരോ നിദ്രതായിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാലങ്ങളിലുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരുടെ ഏറ്റവും ചെറിയവനല്ലോ. ദൈവസഭയെ ഉപദ്രവിച്ചതിന് അപ്പോസ്തലന്റെ പേരിന് യോഗ്യമല്ല. എങ്കിലും ഞാനാവുന്നു ദൈവകൃപയാലാവുന്നു. എന്നോടുള്ള എൻ്റെ കൃപ വ്യർത്ഥമാവുന്നില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോടുള്ള ദൈവകൃപയത്രേ. ഞാനാകട്ടെ അവരാകട്ടെ ഈ വണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഈ വണ്ണം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് പ്രസംഗിക്കുന്നു. അവസ്ഥയെ മനുഷ്യരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങൾ ചിലർ പറഞ്ഞതെങ്ങനെ? മനുഷ്യരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വെറുതെ, നിങ്ങളുടെ വിശ്വാസവും വെറുതെ. പിന്നെ അവർ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ കല്ല് ഉരുട്ടി നീക്കപ്പെട്ടിരിക്കുന്നതായി കണ്ടു. അത് ഏറ്റവും വലിയതുമായിരുന്നു. അവർ ആ കല്ലറയിൽ പ്രവേശിച്ചപ്പോൾ ഒരു വിഭാഗങ്ങളുടെ നിലയിൽ തിരിച്ച് വലതുഭാഗത്തിരിക്കുന്നവരോട് പരിഭ്രമിച്ചു. അയാൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ടവനായ നസറേയനായ യേശുവിനെ അല്ലയോ നിങ്ങൾ അന്വേഷിക്കുന്നത്? അവൻ പുനരുദ്ധാനം ചെയ്തിവിടെയില്ല, ഇതാ അവനെ വെച്ചിരുന്ന സ്ഥലം. എന്നാൽ നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും മീപ്പായോടും അവൻ പറഞ്ഞിട്ടുള്ള പ്രകാരം നിങ്ങൾക്ക് മുമ്പ് ഗലീലയിലേക്ക് പോകുമെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുകയും അവർ അത് കേട്ട് കല്ലറയിൽ നിന്ന് ഓടിപ്പോയി. എന്നാൽ അവർക്ക് ഭ്രമവും വിറയലും പിടിക്കപ്പെട്ടിരുന്നു. അവർ ഭയപ്പെട്ടിരുന്നുകൊണ്ട് ആരോടും ഒന്നും പറഞ്ഞില്ല. സഭയെ വിശ്വസ്തേനേറ്റു വിളങ്ങുക നിൻ മാതാക്കൾ സംഗതമായ നേശായ ചൊന്ന ഭൂപന്മാരും വൻപടയും കൂപ്പിയിടും നീ പാദപീഠം. ഹല്ലേലൂയ. നിർദ്ധനെ വർദ്ധിപ്പിപ്പോൾ ധന്യൻ താനെന്നവരാക്കും. അനുഗ്രഹവും മനോഹരവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും
സ്വർഗീയ രാജ്യത്തിന് ഞങ്ങളെ അവകാശികളാക്കി തീർക്കുകയും ചെയ്തുവല്ലോ. നിനക്ക് ദീർഘമാകുന്ന ഈ സ്തോത്രത്തിൽ പൂർണ്ണമാക്കപ്പെടുന്ന ഈ സമയത്തും സകല നാളുകളിലും നേരങ്ങളിലും നാളുകളിലും കാലങ്ങളിലും നമ്മുടെ ആഴ്ചകാലമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ദിവ്യവും സ്വർഗീയവുമായ ശുദ്ധരാശികളുണ്ടാകെ ഭയങ്കരമായ ബഹുമാനപ്പെട്ട കൈകളാൽ കുതിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും യാചിക്കണം. ഞങ്ങളുടെ കൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടരുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവരുമായ സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാഭാവങ്ങളെയും വിശ്വാസികളായ നിന്റെ സകലജനങ്ങളുടെ ഭാവങ്ങളെയും മായിച്ചു കളയണമേ. ഉത്തമനെ നീ എന്നോട് ചെയ്യണമേ. ദൈവമായ നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എന്റെ കർത്താവേ നിന്റെ കരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും ആളുകളുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകലഭാഗ്യങ്ങളുടെയും ദൈവമായ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകണമേ. രാജാവേ ഞങ്ങൾക്കും അവർക്കും നീ വിമോചനവുമായിരിക്കണമേ. കർത്താവേ ഞങ്ങൾക്ക് ഉത്തരവുള്ളണമേ. ഞങ്ങളുള്ളണമേ. ഞങ്ങളെ സഹായിക്കുവാൻ മതിയരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങൾ നീക്കി മായിച്ചു കളയണമേ. കർത്താവേ കോപവഴികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം നടന്ന് മാറ്റിക്കളയണമേ. സമാധാനപരമായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്തിന് പ്രീതികരവുമായ ക്രിസ്ത്യാന്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് നല്ല ആവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ഏറ്റുമാറാകണമേ. സ്നേഹപൂർവം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ടവരായ നിന്റെ ഏകപുത്രന്റെ മുമ്പാകെയും തന്റെ ആപസിക്കും മൂലം ലോകത്തിന് പാപപരിഹാരം നിന്റെ പരിശുദ്ധ മുമ്പാകെയും നിന്റെ ദൈവത്തെ ഉദ്ഘോഷിക്കുകയും വിശുദ്ധഭാവസിക്കുകയും ചെയ്തതായ നിന്റെ പരിശുദ്ധ പീഠത്തിന്റെ മുമ്പാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവന്റെയും കുറ്റങ്ങൾ പോകുന്നതിനും വിശ്വാസികളായ സകല വാങ്ങിപ്പോഴുള്ള ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കുമായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധർക്കും സ്തുതിയും സ്തോത്രവും ഏറ്റുമാറാകണമേ. കർത്താവ് ശുശ്രൂഷ
അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ശ്രദ്ധിച്ചുകൊണ്ട് നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ട പട്ടക്കാരന്റെ പ്രാർത്ഥന ഏറ്റു ചെല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സൈന്യത്തെയും സൃഷ്ടാവുമായ സത്യങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള അസത്യവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവ്വമാത്രമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങൾ രക്ഷിക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധമായ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മനുഷ്യരെയും പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വാസികളെ ബലഹീനനാകുന്ന ഞാൻ അർപ്പിക്കുന്ന ഈ വിധം നീതിക്കപ്പെടുവാൻ വേണ്ടി എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളണമേ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോടുകൂടെ ശ്രദ്ധിക്കപ്പെടുന്നവരും നികേമാരും മുഖാന്തരം സംസാരിക്കുന്നതുമായ ജീവനിഷ്ഠിയുമായ കാതോലികവും സ്നേഹിതവുമായ ഏകോശിത സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുമെന്ന് പറഞ്ഞ് മരിച്ചുപോയവരുടെ വരുവാനിരിക്കുന്നവരുടെ പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴിക ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാ സമയം ഉന്നത
എന്റെയും സമയം താ സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം താ നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും വേണമേ. ഞങ്ങൾ നരകത്തിന്റെ ആദരം പരിശുദ്ധവും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹമൂലം പരിശുദ്ധ ദിവ്യമായ ശുഭനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ഈ സമാധാനത്തിന് യോഗ്യരാക്കണമേ. മാളികയിൽ ശിഷ്യന്മാരോ ദുർഭാഗ്യത്തിനാളുകളിൽ നാഥൻ കൽപ്പിച്ചാലേവം ശ്ലോമോ പ്രിയരെ നിങ്ങളിൽ ശ്ലോമോ വാഴ തന്നെ ശ്ലോമോ വാഴ തെന്നാളും ലോകാന്ത്യത്തോളം തന്നെ. പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കണ്ണുള്ള കർത്താവിക്കണം. ഞങ്ങളുടെ ഞങ്ങൾ തലവിളിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാനം പാലിക്കുന്ന ആളുകൾക്കുള്ള അന്ത്യത്തിന് ഞങ്ങളെ അവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കത്തിന്റെ ആദരം പരിശുദ്ധവും സ്തുതിയും കരേറ്റുമാറാകണമേ. കർത്താവേ, നിനക്ക് സമർപ്പിക്കുന്ന ഈ സ്തോത്രബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങളുള്ള അകൽച്ചയും പുണ്യപ്രവൃത്തികളോടുള്ള സംസർഗമായി തീരണമേ. ഞങ്ങൾ നിനക്കത്തിന്റെ ആദരം പരിശുദ്ധവും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഭംഗിയോടും ഭാരത്തോടും മത്സരത്തോടും വെടിപ്പോടും സ്ത്രീയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും ഭക്തിയോടുകൂടെ നിന്ന് ബഹുമാനപ്പെട്ട പട്ടക്കാരുടെ കൈകളാൽ നമ്മുടെ മാത്രം വെട്ടിപ്പെട്ടിരിക്കുന്ന ഈ ഭാഗ്യവും സ്ഥിരമായ കുർബാനയെ സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള നിരന്തരം സമാധാനത്തിന് മടക്കുന്നു. സമാധാനവും
ഏകജാതന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധമാവാസവും എനിക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന ആ മഹോന്നതങ്ങളിലായിരിക്കണം. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവേ, സംഘങ്ങളോടും സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളായ ജനം മുഴുവനും ശ്രോഭന്മാരെ പോലെ കാതീശപാടി ഉച്ചസ്വരത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവ് രക്ഷാകരമായ രക്ഷാനുഭവത്തിനൊരുങ്ങിയപ്പോൾ അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് തന്നെ പരിശുദ്ധ സ്നേഹന്മാർക്ക് ഉപയോഗിച്ചു കൊടുത്തു. അതുമൂലം പരിഹാരപ്രദമായ തന്റെ ശരീരം നിത്യജീവനായി ഞങ്ങൾക്ക് നൽകി. അപ്രകാരം തന്നെ എടുത്തു വാഴ്ത്തി ശുദ്ധീകരിച്ചു. ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധ സ്നേഹന്മാർക്ക് നൽകി. അതുമൂലം പാപപരിഹാരപ്രദമായ തന്റെ രക്തം നിത്യജീവനായി ഞങ്ങൾക്ക് നൽകി. ഇതിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നത് വരെ എന്റെ ബലവും പലക്കും പുനരുദ്ധാനം നിങ്ങൾക്ക് കൂടുകയില്ലെന്നുള്ള നിർദ്ദേശിച്ചുകൊണ്ടേ Oh
ദൈവം എല്ലാവർക്കും അവരവരുടെ പ്രവൃത്തികൾക്കനുസരണമായി പ്രതിഫലം നൽകുന്ന എൻ്റെ വരവിൻ്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും വിസ്മയിക്കുന്നവയല്ല. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നിവാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കണ്ട ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
സത്യവിശ്വാസികളുടെ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം വഴി സമൃദ്ധനായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വചനമായ ദൈവം ശരീരമായി തീർന്നത് നമ്മുടെ സ്പഷ്ടമായി തെളിയിച്ചു. സത്യവാനുമായ പ്രസിദ്ധനായ സുരേനക്കാരുടെ കിരീടവും ദൈവത്തിന്റെ സ്നേഹങ്ങൾ വേണ്ടി വേഗമുള്ളതായി തോന്നും മൽപ്പാരം പുഷ്പങ്ങൾ സ്ഥലം മറിയാകൂടാതെ മാതാവ് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ ഞങ്ങളുടെ സത്യവിശ്വാസം നടത്തിയ നീതിമാനും പരിശുദ്ധനുമായ പാപമാറിയായി മാനപ്രിയമാറിയാകും മാനസാകുമാറായി ദുഃഖിതന്മാരായ മാർഗസ്വമായി മാസനോസ്ത്രീ തിരഞ്ഞെടുക്കപ്പെട്ട മാനഭായി മനകരുടെ പരിശുദ്ധന്മാരായ പിതാക്കന്മാരെ ചൗടല്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മൂവരുടെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയാകട്ടെ. കർത്താവിനോട് പ്രാർത്ഥിക്കണം. നിന്റെ അടുക്കൽ വന്ന് ജമാനായി പരിശുദ്ധ
വിശ്വാസികളായ മനുഷ്യപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ രൂപങ്ങളെ അടുത്തേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്നെ സ്വർഗ്ഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയിലായി അവൻ മൂലകരമയും ഞങ്ങൾ തന്നെ ശ്രമപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മനുഷ്യരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സുകൂടാതെയും അറിവോട് അറിവുകൂടാതെയും ഞങ്ങൾ ചെയ്തുപോട്ടുള്ള ഇടകളെ ക്ഷമിക്കണമേ. പൊതുവായി ആനന്ദിക്കുവാൻ ഞങ്ങളെ ഞങ്ങളുടെ വാങ്ങിപ്പോരെ തീർക്കണമേ. തന്മൂലം സകലത്തിനും നാമം ഞങ്ങളുടെ പരിശുദ്ധയോടും കൂടെ ഈ വിശുദ്ധ കുർബാന വഴിയായി ശ്രദ്ധിക്കപ്പെട്ട വേണമേ. തന്റെ നാമം നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. വലിയവരും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായ ദൈവത്തിന്റെ കരുണ എനിക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. 9 നാളിൻ നോമ്പിന്ന സമ്പൂർണ്ണത സംപ്രാപിച്ചു മാനവരെ രക്ഷിച്ചീശൻ 3-ാം നാളിലെഴുന്നേറ്റു. ഉല്ലാസത്താൽ ശേഷ്യന്മാർ കല്ലറയെ നോക്കി പാഞ്ഞു. സൂക്ഷിച്ചവർ നോക്കിയിടുമ്പോൾ തൽസ്ഥാനെ റോമാൻ കണ്ടു. കയ്യാപ്പാനാണം പൂണ്ടു വിസ്മയവും വ്യതയും നേടി. ദുഃഖം മൂലം യോധന്മാർ ദിക്കുകളിൽ പാറിപ്പോയി. കർണാനന്ദകരം ഗീതം
ധന്യൻ നമ്മെ സാത്താനിൽ നിന്നും പാപത്തിൽ നിന്നും വീണ്ടാൻ മഹിമോഹനം മൂലം താൻ രാജ്യത്തെ നമ്മൾ തന്താതന്നാരാധനയും സ്തുതിയാത്മാവിനും നൽക അവസാനത്തോളം സ്തോത്രം കർത്താവേശുവിനെന്നും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, നിരപ്പിന്റെ സമാധാനത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും കരുണയുടെയും ദൂതന് നിന്റെ അനുഗ്രഹങ്ങളെ ഞങ്ങൾ യോഗ്യരായി തീരണമേ എന്നല്ല എപ്പോഴും കർത്താവിനോട് നാം അപേക്ഷിക്കണം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങൾക്ക് സന്നിധിയാക്കണമേ. പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പ് നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചു കൊള്ളുവീനെന്ന് വലത്തുഭാഗത്തുള്ളവരോട് പറയുന്ന സന്തോഷകരമായ ശബ്ദത്തിന് നാം യോഗ്യരായി തീരുവാനായി എന്റെ സഹോദരങ്ങളെല്ലാം ഇപ്പോഴും നാം കർത്താവിനോട് അപേക്ഷിക്കണം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വായുകളെയും അതരങ്ങളെ നീ തുറക്കണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. കാരുണ്യമായ പിതാവാം ദൈവമേ, ഇന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും നിർമ്മലമാക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം വിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഇനിയോ തിന്മപ്പെട്ടവരെ ഞങ്ങളെ രക്ഷിക്കണമേ. നിന്നോട് നാം രാജ്യവും ശക്തിയും മഹത്വവും കർത്താവേ, ഞങ്ങൾക്ക് ദുഃഖവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഞങ്ങൾക്ക് ഗുണകരവും പ്രയോജനകരവുമായിട്ട് വേഗത്തിൽ നീ ഞങ്ങൾക്ക് പ്രയാസപ്പെടുത്തി തരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ എല്ലാവരും പരിശുദ്ധമായിരിക്കും. സ്തുതിയും സ്തോത്രവും നിരേറ്റുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. അടുക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കർത്താവിനുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, സകലമംഗളവും സകലാനുഗ്രഹങ്ങളും സകലതൽപരങ്ങളും നിന്റെ സഭയിലും നിന്റെ നന്മകളും നിന്റെ ഇടവകയിലും വന്ന് വസിച്ച് കവിഞ്ഞുകൊള്ളുവാനാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ യാതൊരു വായിക്കും. ഹൃദയം സ്തോത്രവും ഏറ്റുമാറാകണമേ. ഓശോ വധുകുലസമാനമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയം വന്യവും സരാശരമായിരിക്കുന്നതുമായ ധൃതത്തിന്റെ കരുണയും എനിക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിരലോടും കൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധിയെ
പരിശുദ്ധൻ
പരിശുദ്ധൻ ഹല്ലേലൂയ. നമ്മോടൊപ്പം ബർക്കുരിശിൽ നിൽക്കും സ്വർഗീയം സൈന്യം ദേവേശൻ തന്നെ എൻ്റെ ഗാത്രത്തെ ആഘോഷിപ്പൂ വഴിവിൻ പുണ്യം പ്രാപിപ്പിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. താവന്മാർ നേതാക്കന്മാർ മകകൾ ഭ്രാതാക്കന്മാർ നിന്യാഗത്തിൻ പീഠത്തിൽ ഓർക്കപ്പെടുന്നീശ. നിർത്തണമവനെ നിൻ വരവിൽ നിൻവരമായി ഹല്ലേലൂയ. വിശുദ്ധകുർബാന കഴിക്കുന്ന പ്രാർത്ഥന എല്ലാവരെയും ബാർക്കുമോറിന്റെ കർത്താവേ, എന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസയാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ക്ഷയിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞാൻ യോഗ്യനായി തീരണമേ. ആമീൻ. രക്ഷകനുരചിത എന്നേരത്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ. വിശ്വാസശുദ്ധ്യ എന്നെ കൈക്കൊണ്ട് കൽപ്പനകാക്കുന്നു എൻ സ്നേഹിതനല്ലോ. ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവകൈക്കൊള്ളോനിൽ വാസം ചെയ്യും ഞാൻ. ആത്മാവിനുമോക്തി നേടാൻ പുണ്യമിഴും രക്തശരീരങ്ങൾ രക്ഷകനെ നൽകാം. താവകഗാത്രത്താൽ പരിഹാരം നേടി നിശ്ചയമായി ജീവൻ പ്രാപിക്കും ഞങ്ങൾ. തവമീരക്തങ്ങൾ ഉൾക്കൊണ്ടോർ ഞങ്ങൾ വിധിയും ദണ്ഡനവും നേടരുതേ നാഥ.
നിന്റെ പരിശുദ്ധ ശരീരത്താൽ എന്റെ ശരീരം വിശുദ്ധീകരിക്കപ്പെടുവാനും പാപപരിഹാരം നൽകുന്നതിന്റെ രക്തത്താൽ എന്റെ ആത്മാവ് പ്രശോഭിക്കുവാനും എന്നെ യോഗ്യനാക്കണമേ. എന്റെ കർത്താവിനെ ദൈവമേ, അതിന്റെ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി തീരണമേ. ആമേൻ. ദൈവത്തോത്തിൻ മടിയിൽ പുരഹസ്യങ്ങളിൽ വാ മേശയിൽ ആദാമ്യത്താൽ ഭാവിക്കുന്നു. അതുപോലെ സ്ഥിരമീ മദ്ബറ സ്വർഗ്ഗത്തിൽ സേനകളുണ്ടതിനെ ചുറ്റിക്കൊണ്ട് ദൈവസൂതൻ തിരുമേനിയതല്ലോ മേശയിലെ കൈകളിലാദാ മക്കളെടുത്താഘോഷിക്കുന്നു. പട്ടുധരിച്ചവൻ ഒപ്പം നിന്നിവ വീണ്ടും മാണിക്യങ്ങളെ വിതറിയിടുന്നു. വനവരിടയിൽ അസൂയാഘോഷം പാടുണ്ടെങ്കിൽ മനുഷ്യസുതരോ
എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നത് എന്നിലും ഞാൻ അവനെ വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധവുമായി നിന്റെ തിരുവാറിൽ ചെയ്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. എന്റെ കർത്താവേ, ഞാൻ നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുകയും പുണ്യപ്രദമായ നിന്റെ രക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അതെനിക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ ആയി തീരാതെ എന്റെ കർത്താവിനേക്കും എന്റെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുനരുദ്ധാനത്തിനും നിന്റെ ഭയങ്കര സിംഹാസനത്തിനു മുമ്പാകുള്ള മുഖപ്രസന്നതയ്ക്കുമായി തീരണമേ. ആമേൻ. നാമട്ടസിച്ച് പറയണം. പിതാവും പരിശുദ്ധവുമായവനും വന്ദിക്കപ്പെട്ടവനും സഹിക്കപ്പെട്ടവനും ആവുന്നു. ആദ്യം മുതൽ തലമുറ വരെ തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്കാർക്കും ശിക്ഷയ്ക്കും പ്രതികാരമായി വിധേയോ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ ഉപയോഗിക്കുവാനേ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പുനഃപ്രാപ്തേ
Amen.